ഇത്രയേറെ ഔഷധച്ചെടികൾ വീടിന് ചുറ്റുമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് തുളസിച്ചെടിക്ക് മാത്രം ഇത്രയേറെ പ്രാധാന്യം നൽകി വീട്ടുമുറ്റത്ത് നട്ടിരുന്നതെന്നറിയാമോ? തുളസിച്ചെടിക്ക് ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അവ പൂജയ്ക്കെടുക്കുകയും ആയുർവേദത്തിൽ പ്രധാന സ്ഥാനവുമുണ്ട്. ചില പഠനങ്ങൾ പ്രകാരം അതിൻ്റെ സുഗന്ധ സംയുക്തങ്ങൾ ചില കീടങ്ങളെ അകറ്റാനും സഹായിച്ചേക്കാം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നത് തുളസിക്ക് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ പ്രത്യേക സ്ഥാനം നൽകണമെന്ന്. വീട്ടുമുറ്റത്ത് തുളസി നട്ടു വളർത്തുന്ന പതിവ് നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. അത് വെറും മതവിശ്വാസം കൊണ്ടായിരുന്നില്ല. ആത്മീയമായ പ്രാധാന്യത്തിനോടൊപ്പം തന്നെ ആയുർവേദത്തിലും തുളസിക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. തുളസിയിൽ യുജിനോൾ പോലെയുള്ള ജൈവ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവയ്ക്ക് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും ഉണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ചില ഗവേഷണങ്ങൾ പ്രകാരം തുളസിയുടെ സുഗന്ധം ചില കൊതുകുകളെയും കീടങ്ങളെയും അകറ്റാനും സഹായിച്ചിരുന്നു. വേപ്പ്, കറ്റാർവാഴ എന്നീ ഔഷധ സസ്യങ്ങളും ഓരോ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എങ്കിലും പൂജയ്ക്കും ആരോഗ്യപരമായ പരമ്പരാഗത ഉപയോഗങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായതിനാൽ തുളസി ഓരോ വീട്ടിൻ്റെ മുറ്റത്തും പ്രത്യേക സ്ഥാനം നേടിയിരുന്നു. തുളസി ചെടിയുടെ ആത്മീയമായിട്ടുള്ള പ്രാധാന്യം എന്തായിരുന്നു എന്ന് നോക്കാം. ഹിന്ദു സംസ്കാരത്തിൽ തുളസിയെ ഒരു സാധാരണ ചെടിയായല്ല കണ്ടിരുന്നത്. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട സസ്യമെന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുറ്റത്ത് തുളസിക്ക് തറയുണ്ടാക്കി ദിവസവും വിളക്ക് തെളിയിക്കുകയും പ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്ന പതിവ് രൂപപ്പെട്ടിരുന്നു. ഇത് കുടുംബങ്ങളിൽ ഐക്യം, സമാധാനം, ശുഭചിന്തകൾ എന്നിവ വളർത്തുന്നതായിട്ടുള്ള ഒരു ദൈനംദിന ആചാരമായി മാറുക തന്നെ ചെയ്തിരുന്നു. ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെയാണ് ഏറ്റവും രസകരമായ ഭാഗം വരുന്നത്. തുളസിയുടെ ഇലകളിൽ യുജിനോൾ, ഉർസോളിക് ആസിഡ് എന്നീ ജൈവ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവയ്ക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ തുടങ്ങിയ ഗുണങ്ങളുമുണ്ടെന്ന് നിരവധി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. തുളസിയുടെ സുഗന്ധ തൈലങ്ങൾ ചില കൊതുകുകളെയും ചില കീടങ്ങളെയും അകറ്റാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതിനാൽ വീടിനോട് ചേർന്ന് തുളസി വളർത്തുന്നത് പരിസരത്തെ കൂടുതൽ സുഖകരമാക്കാൻ സഹായിച്ചേക്കാം. എന്നാൽ തുളസി എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നു, അല്ലെങ്കിൽ വായുവിലെ ഓക്സിജൻ വളരെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അത്തരം അവകാശവാദങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരു ശ്രദ്ധ വേണ്ടതുമാണ്. ഇനി ആയുർവേദത്തിൽ തുളസിയെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആയുർവേദത്തിൽ തുളസിക്ക് പ്രധാന സ്ഥാനമുണ്ട്. സാധാരണയായി ജലദോഷം, ചുമ, തൊണ്ടവേദന തുടങ്ങിയ അസ്വസ്ഥതകളിൽ തുളസി ചേർത്ത കഷായങ്ങൾ ഉപയോഗിക്കുന്ന പതിവ് ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ പിന്തുണയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഗുരുതര രോഗങ്ങൾക്ക് ഡോക്ടറുടെ ചികിത്സയ്ക്ക് പകരമായി തുളസിയെ ഉപയോഗിക്കരുത്. അത് തെറ്റാണ്. മറ്റ് ചെടികളെ അപേക്ഷിച്ച് തുളസിക്ക് മാത്രം എന്താണ് ഇത്ര പ്രാധാന്യം കിട്ടിയത്? അതൊന്ന് നോക്കാം. കറ്റാർവാഴ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വേപ്പ് മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കറിവേപ്പിനും ഒരു പ്രത്യേക ആവശ്യം നിലനിൽക്കുന്നു. പക്ഷേ തുളസിയാണെങ്കിൽ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. പൂജയ്ക്ക് ഉപയോഗിക്കാം, ഔഷധ സസ്യമായി ഉപയോഗിക്കാം, വീട്ടുമുറ്റം മനോഹരമാക്കാം,
ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എളുപ്പമാണ്. ചെറിയ പരിചരണം മാത്രം മതി, നല്ല രീതിയിൽ വളർന്നുകൊള്ളും. ഇതൊക്കെയാണ് വീട്ടുമുറ്റത്ത് തുളസി ചെടിക്ക് ഇത്ര പ്രാധാന്യമുണ്ടാകാൻ കാരണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.